നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൗരാണിക ചിന്താഗതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരികൾ പുരോഗമന നവോത്ഥാന അടയാളങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാതായി. പാലക്കാട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ആനുകൂല്യ നിഷേധത്തിനും അപകടത്തിനുമെതിരെ പാലക്കാട് വിരമിച്ച അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. വിരമിച്ചവരോട് സർക്കാരിനും ക്ഷേമനിധി ബോർഡിനും കറുത്ത നീതിയെന്ന് റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് കേരള. കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. ഒറ്റപ്പാലത്ത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്ന് CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏരിയ പരിധിയിൽ CPM വൻ മുന്നേറ്റമുണ്ടാക്കി. നേതൃത്വത്തിന്റെ കൂട്ടായ്മയും പ്രവർത്തകരുടെ സമർപ്പണവും വിജയക്കുതിപ്പിന് കാരണമായെന്നും S കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. പൗരാണിക ചിന്താഗതിയിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരികൾ പുരോഗമന നവോത്ഥാന അടയാളങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. പാലക്കാട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK ശ്രീമതി. രാജ്യത്ത് വനിതാ സുരക്ഷയും സംരക്ഷണവും അപകടത്തിലാണെന്നും PK ശ്രീമതി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ ജനാധിപത്യ പുരോഗമന ആശയങ്ങളും അടയാളങ്ങളും ചവിട്ടിമെതിക്കപ്പെടുകയാണ്. അങ്ങേയറ്റം ജനവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ നിലപാടുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. സ്ത്രീ മുന്നേറ്റത്തിന് സാധ്യമാകുന്ന മേഖലകളെ ഇല്ലാതാക്കുക വഴി സ്ത്രീകൾ അടുക്കളയിലേക്ക് മാറണമെന്ന പുരാണ ചിന്താഗതിക്കാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും PK ശ്രീമതി കുറ്റപ്പെടുത്തി. കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ടെന്നും PK ശ്രീമതി പറഞ്ഞു. ഒരു മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടൊന്നും നിരാശപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മുടെ പ്രസ്ഥാനം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് വിഷമിച്ച് കുറേ നാളിരുന്ന് ഇപ്പം വളരെ ഒരു മാസക്കാലം വീടാന്തരം കയറി ഇറങ്ങി നമ്മുടെ ഒരു പ്രവർത്തക തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് നിരാശപ്പെട്ടിരുന്ന ഒരു കാര്യമില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറയും. അടുത്ത പ്രാവശ്യം വിജയിക്കും. അതുകൊണ്ട് ഒരിക്കലും തോൽവി കാരണം നിരാശപ്പെട്ടിരിക്കുക എന്നത് നമ്മുടെ പ്രവർത്തകർക്ക് ഒരിക്കലും സ്വീകരിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്, ഒരു നിലപാടാണ്. നമ്മൾ അതിനെല്ലാം മുറിച്ചു കടന്ന് അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഓമന അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ N സുകന്യ, KS സലീഖ, സോഫിയ മെഹർ, E സിന്ധു, ജില്ലാ ഭാരവാഹികളായ K ബിനുമോൾ, സുബൈദ ഇസഹാക്ക്, N സരിത, VN ഷിജ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്ന് CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏരിയയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞതായും S കൃഷ്ണദാസ് ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏരിയ തലത്തിൽ പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ 170 വാർഡുകളാണുള്ളത്. ഇതിൽ 98 സീറ്റുകളിൽ LDF ആണ് വിജയിച്ചത്. ഏരിയയിലുള്ള 2 നഗരസഭകളിലും 5 പഞ്ചായത്തുകളിലും അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും CPM അംഗങ്ങളാണ്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഏരിയയിൽ 9 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത്. ഇതിൽ 8 ഡിവിഷനുകളിലും CPM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ 2ഇടത്തും CPM സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൂടെ നിൽക്കുന്ന പഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമാണുള്ളത്. LDFന് വോട്ട് രേഖപ്പെടുത്തിയ ഏവരോടും കൃതജ്ഞതയുണ്ടെന്നും കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു വിജയം സമ്മാനിച്ച ഒറ്റപ്പാലം ഏരിയ പ്രദേശത്തെ മുഴുവൻ വോട്ടർമാരെയും CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു, അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. നേതൃത്വത്തിന്റെ ഒരുമയോടെയുള്ള പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിൽ. പ്രവർത്തകരും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം സമ്മാനിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതായും S കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ ഒറ്റപ്പാലം ഏരിയ പ്രദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഭദ്രമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത് പാർട്ടിയുടെ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ കൂട്ടായ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഇടപെടലിൻ്റെ കൂടി ഭാഗമാണ്. സംഘടനയുടെ കരുത്താണ് ഈ വിജയത്തിനെല്ലാം തന്നെ സഹായകരമായിട്ടുള്ളത്. ഇത്തരമൊരു വിജയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുഴുവൻ പാർട്ടി അംഗങ്ങളെയും, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും, പാർട്ടി DC അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സഹാക്കളെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
വിരമിച്ച അംഗൻവാടി ജീവനക്കാരുടെ സർക്കാരിനും ക്ഷേമനിധി ബോർഡിനും കറുത്ത നീതിയെന്ന് റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് കേരള സെക്രട്ടറി സി ഭാനുമതി. ആനുകൂല്യ നിഷേധത്തിനെതിരെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭാനുമതി. ഓരോ വർഷവും പെൻഷൻ തുക മുടങ്ങാതിരിക്കാൻ വാർഷിക ബജറ്റ് പെൻഷൻ തുക വകയിരുത്തുക, ക്ഷേമ പെൻഷൻ വെട്ടിച്ചുരുക്കി 600 രൂപയാക്കി സർക്കാരിലേക്ക് അജണ്ട വെച്ച് 600 രൂപയാക്കി. ഗ്രാറ്റുവിറ്റി നൽകാൻ സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും സർക്കാർ അനുവദിക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്നും ഭാനുമതി പറഞ്ഞു. 2016 ശേഷം 6 മാസം ലീവെടുത്തതിൻ്റെ പേരിൽ ആനുകൂല്യം നിഷേധിക്കുന്ന സർക്കാർ കാട്ടുനീതിയാണ് നടപ്പിലാക്കുന്നത്. അർഹതപ്പെട്ട ലീവെടുത്തതിന് ജീവനക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ കേരളത്തിൽ മാത്രമാണുള്ളത്. ജീവനക്കാർക്ക് സഹായ കേന്ദ്രമാകേണ്ട ക്ഷേമനിധി ബോർഡ് എങ്ങനെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാമെന്നും വെട്ടിക്കുറയ്ക്കാമെന്നുമാണ് ചിന്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനം നൽകുന്ന സർക്കാർ പിന്നീട് ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്നത് കടുത്ത ദ്രോഹമാണെന്നും ഭാനുമതി പറഞ്ഞു. പിരിച്ചുവിട്ട അംഗൻവാടി ജീവനക്കാർക്ക് ജീവിക്കുന്നതിനാവശ്യമായ തുകയോ പെൻഷനോ നൽകാതെ അംഗൻവാടി ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നയമാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിക്കുന്നതിനാവശ്യമായ ഒരു തുക അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷനായി ലഭിക്കുന്നില്ല. ഈ അവസരത്തിൽ ഒത്തുകൂടി കളക്ടറേറ്റ് പിക്കറ്റിംഗ് നടത്തി കളക്ടർക്ക് നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. ആനുകൂല്യ കുടിശ്ശിക അനുവദിക്കുക, പെൻഷനിലും ആനുകൂല്യങ്ങളിലും കാലോചിതമായ പരിഷ്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്രസിഡന്റ് ദേവകി അധ്യക്ഷത വഹിച്ചു. സരോജിനി, ഗീത, മല്ലിക, പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട LDF-ലെ 11 മെമ്പർമാർക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനും ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. LDF ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട LDF-ലെ 11 അംഗങ്ങൾക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനുമാണ് ഓങ്ങല്ലൂർ സെൻട്രലിൽ സ്വീകരണം നൽകിയത്. സ്വീകരണത്തിന് മുന്നോടിയായി വാദ്യ ആഘോഷങ്ങളുടെ അകമ്പടിയിൽ പ്രകടനവുമുണ്ടായി. തുടർന്ന് ഓങ്ങല്ലൂർ സെൻട്രലിൽ നടന്ന സ്വീകരണ യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് 1957 കാലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസം ഇല്ല. ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് അർഹതയില്ല. മാനേജ്മെന്റുകളാണ് സ്കൂളുകളുള്ളത്. ആ സ്കൂളുകളിൽ അധ്യാപകർക്ക് പോലും സാലറി ഇല്ല. മാനേജർമാര് ഏറ്റെടുക്കുന്ന സാഹചര്യമായിരുന്നു. ഇങ്ങനൊരു കാലം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വികസന പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ജെയ്ക് സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. TV ഗിരീഷ് അധ്യക്ഷനായി. M നാരായണൻ മാസ്റ്റർ, NP വിനയകുമാർ, C അച്യുതൻ, C പ്രശാന്ത്, PV രാധാകൃഷ്ണൻ, PP വിജയൻ, പ്രിയ പ്രശാന്ത്, MR ജയശങ്കർ, AN നീരജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേച്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട മതിലിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കേച്ചേരി ഭാഗത്തു നിന്ന് ആയമുക്ക് ഭാഗത്തേക്ക് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആയമുക്ക് സെൻറ്ററിന് സമീപം മതിലിലും സർവീസ് വയറിന് സ്റ്റേ കൊടുത്തിട്ടുള്ള പോസ്റ്റിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പുന്നയൂർക്കുളം സ്വദേശിനി ചെറുവത്തിക്കുളങ്ങര വീട്ടിൽ നൌഫലിൻ്റെ ഭാര്യ 37 വയസ്സുള്ള സുജനയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. കാറിൻ്റെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ മുള്ളൂർക്കര യൂണിറ്റ് കൺവെൻഷൻ മുള്ളൂർക്കര NSS കരയോഗ ഹാളിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. കാരണം എന്താണ്, അവരുടെ ക്ഷേമനിധി കട്ടായിരിക്കുന്നു, ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വയ്ക്കാൻ പറ്റാതെ ആയിരിക്കുന്നു, പെൻഷൻ അപേക്ഷകൾ കാലം കഴിഞ്ഞിരിക്കുന്നു, ഡേറ്റ് കഴിഞ്ഞിട്ടും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ ഇരിക്കുന്നു തുടങ്ങി 100,000 പ്രശ്നങ്ങളാണ്.
നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വിഷമമില്ല, ഒരു പെൻഷൻ ആവുന്ന ആൾക്കും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ്, ഓരോ ഗ്രൂപ്പിന്റെ കീഴിലാണ് അവരുള്ളത്. ആ ഗ്രൂപ്പ് മുഖേന കമ്മിറ്റികളിൽ കൂടി അവരെല്ലാ വിവരങ്ങളും അറിയും. യഥാസമയം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയും. മുള്ളൂർക്കര യൂണിറ്റ് പ്രസിഡന്റ് ED ഔസഫ് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തിയ KV നീലിന, V പ്രമീള എന്നിവരെയും ഉന്നത വിദ്യാഭ്യാസം നേടി വിജയിച്ച PV ആദർശിനെയും ചടങ്ങിൽ മെമ്മന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി VV ശാന്തി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KV നീലിന വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MT രമ്യ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ, ഏരിയ വൈസ് പ്രസിഡന്റ് K ദാമോദരൻ, സുജാത തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹി ശൈലജ സ്വാഗതവും സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാജ്യത്തിൻ്റെ ശുദ്ധസംഗീതം അമൂല്യമായതുകൊണ്ടാണ് ലോകത്തെങ്ങും വലിയ സ്വീകാര്യത ലഭിക്കുന്നത് ജുഗൽബന്ദി കലാകാരൻ അഷ്റഫ് ഹൈദ്രോസ്. ശുദ്ധസംഗീതത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങളെ ആസ്വാദകർ സ്വീകരിക്കുന്നുണ്ടെന്നും പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ അഷ്റഫ് ഹൈദ്രോസ് പറഞ്ഞു. ഹിന്ദുസ്ഥാനി സംഗീത ശാഖകളായ കയാൽ, കവാൽ, തരാന തുടങ്ങിയ ശാഖകളിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. പരമ്പരാഗതമായി വായിക്കുന്ന ഉപകരണങ്ങൾ കൂടാതെയുള്ള ഉപകരണ വായനയും സംഗീത സമന്വയത്തെയും ആസ്വാദകർ സ്വീകരിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ നടക്കുന്നത് നിയമത്തിനകത്തുനിന്ന് തന്നെയാണ്. ഐറിഷ്, അറേബ്യൻ ഡ്രം സംഗീതവും ജുഗൽബന്ദിയും ചേർന്നുള്ള ഫ്യൂഷന് വിദേശത്ത് പോലും ആസ്വാദകരുണ്ടെന്ന് അഷ്റഫ് ഹൈദ്രോസ് പറഞ്ഞു. സംഗീതത്തിൻ്റെ അമൂല്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിദേശികൾ ഈ ശാഖയിലേക്ക് ആകൃഷ്ടരാകുന്നത്. പുതുതലമുറ സംഗീതത്തിൽ ആകൃഷ്ടരാകുന്നുണ്ട്. സംഗീതശാഖയെ അടുത്തറിയാനായി രാജ്യത്തെ ഉസ്താദുമാരും പണ്ഡിറ്റുമാരും നടത്തുന്ന വർക്ക്ഷോപ്പുകൾക്ക് ഏറെ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്നും അഷ്റഫ് ഹൈദ്രോസ് ചൂണ്ടിക്കാട്ടി. ഇതിൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെ കീഴടക്കാൻ പറ്റും, എത്രത്തോളം ലാഘവത്തോടുകൂടി ഓരോ മനസ്സിലേക്കും ഈ രാഗങ്ങൾ കടന്നു വരുന്നത്, അത് ഒരുപക്ഷെ വെസ്റ്റേൺ മ്യൂസിക്കിനെക്കാളും ഉപരിയായിട്ട് ഇതിന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് രവിശങ്കർജിക്കും അതുപോലെ അലേക് ബർഗ സാബിനൊക്കെ ഈ നമ്മുടെ സംഗീതം വിദേശത്ത് കൊണ്ടുപോയി അതിനെ പ്രചരിപ്പിക്കാനും അത്തരം ആളുകളെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും ജോർജ് ഹാരിസിനും അതുപോലുള്ള വെസ്റ്റേൺ ആളുകളും നമ്മുടെ ഇന്ത്യൻ സംഗീതത്തെ അറിയാനും പഠിക്കാനുമായിട്ടുള്ള വരാനൊക്കെ കാരണം നമ്മുടെ ഇന്ത്യൻ സംഗീതവും ഇന്ത്യൻ സംഗീത ഉപകരണങ്ങളുമാണ്. പ്രത്യേകിച്ച് സിത്താറും അതുപോലെ തന്നെ സാരോഡ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസുകൾ എല്ലാം ഇന്നും അമേരിക്കയിലും കാനഡയിലും അവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ സംഗീതം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സിത്താർ കലാകാരൻ ഉസ്താദ് റഫീഖ് ഖാൻ, ഷെഗ്നായി കലാകാരൻ പണ്ഡിറ്റ് ശൈലേഷ് ഭാഗവത്ത്, തബല മാന്ത്രികൻ ഡോക്ടർ സരോജിക് ദത്ത എന്നിവരും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പുഴയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു മുറിക്കുള്ളിൽ മാത്രം അടഞ്ഞുകൊണ്ട് ആ മുറിയാണ് അവരുടെ ലോകമെന്ന് കണ്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന പല ഭാഗങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ കൂടി നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കി നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് ഇവരെല്ലാം എന്ന് നമ്മൾ ഈ പുറലോകത്തെ അറിയിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇതിന് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന BRCക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. സമഗ്ര ശിക്ഷ കേരള പാലക്കാട് BRCയുടെ നേതൃത്വത്തിലാണ് മലമ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ MR ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പാലക്കാട് BRC പരിധിയിലുള്ള പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് 20 കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, പാലക്കാട് BRCയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അനീഷ് മണ്ണാർക്കാട് നയിച്ച നാടൻപാട്ട് അരങ്ങ്, പേപ്പർ ക്രാഫ്റ്റ്, അഭിനയ കളരി, വിവിധ നാടൻ കളികൾ പരിചയപ്പെടുത്തുന്ന കളിക്കളം, പ്രാദേശിക സ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവ 2 ദിവസത്തെ ക്യാമ്പിൽ ഉൾപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജം വാർഷിക പൊതുയോഗം സമാജമംഗലത്തിൽ നടന്നു. പൂമുള്ളിമന PM നാരായണൻ ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ വാർഷിക പൊതുയോഗം തിങ്കളാഴ്ച രാവിലെ സമാജം അങ്കണത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പൂമുള്ളിമന PM നാരായണൻ ഭദ്രദീപം കൊളുത്തി യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.
തുടർന്ന് എസ് സുബ്രഹ്മണ്യൻ മൂസിന്റെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ ആരംഭിച്ചു. ഈ കഴിഞ്ഞ 124 വർഷത്തെ പാരമ്പര്യം എടുത്തു നോക്കുമ്പോൾ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പാരമ്പര്യമുള്ള അഷ്ടവൈദ്യന്മാരുടെ നേതൃത്വത്തിലുള്ള ചികിത്സ നമ്മുടെ ഈ സമാജത്തിൻ്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ അഷ്ടവൈദ്യന്മാരുടെ നേതൃത്വത്തിലുള്ള പാനൽ ചികിത്സ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പി മുഹമ്മദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പി കെ ബാലചന്ദ്രൻ, കെ പി ജോസഫ്, സി എം മാധവൻ, കെ രാജൻ, ടി എസ് രാമൻ നമ്പൂതിരി, പി ആർ ഉണ്ണി, ടി വി വാസുദേവൻ, ഡോക്ടർ രവി മൂസ് തുടങ്ങിയവർ സംസാരിച്ചു. മാനേജർ എ ബൈജു അംഗങ്ങൾക്ക് മുൻപാകെ മിനിസ്റ്റ് വായിച്ചു നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരാണിക ചിന്താഗതിയിലേക്ക് രാജ്യത്ത് നയിക്കുന്ന ഭരണാധികാരികൾ പുരോഗമന നവോത്ഥാന അടയാളങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി. രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഇല്ലാതായി. പാലക്കാട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ആനുകൂല്യ നിഷേധത്തിനും അവഗണനയ്ക്കുമെതിരെ പാലക്കാട് വിരമിച്ച അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. വിരമിച്ചവരോട് സർക്കാരിനും ക്ഷേമനിധി ബോർഡിനും കറുത്ത നീതിയെന്ന് റിട്ടയർഡ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് കേരള. കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. ഒറ്റപ്പാലത്ത് പാർട്ടിയുടെ അടിത്തറ ഭദ്രമെന്ന് CPM ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏരിയ പരിധിയിൽ CPM വൻ മുന്നേറ്റമുണ്ടാക്കി. നേതൃത്വത്തിന്റെ കൂട്ടായ്മയും പ്രവർത്തകരുടെ സമർപ്പണവും വിജയക്കുതിപ്പിന് കാരണമായെന്നും എസ് കൃഷ്ണദാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.